അപ്പോൾ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് മൂത്തു. അപ്പോൾ കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ എടുക്കും. ഇതാണ് പരിപാടി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നെക്കകത്ത് വലിയൊരു ടാസ്ക് ഉണ്ട്. എന്താണെന്ന് കണ്ടോ? അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളൂ, വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എല്ലാവരെയും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യണം. ഭയങ്കര സംഭവമൊന്നുമില്ല, ഒരു കുട്ടി അത്രയേ ഉള്ളൂ. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഫുഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണണ്ടേ? അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോരുക. അപ്പോൾ ആദ്യമേ തന്നെ ദേ അടുക്കളയിൽ വന്നിരിക്കുകയാണ്. ദേ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇങ്ങനെയുണ്ട്. കുറേ മലക്കറി വേസ്റ്റ് ഇരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി കുത്തിയിരുന്ന് അരിഞ്ഞതിൻ്റെതാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. കണ്ട കുരുട്ടീച്ചകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഡെയിലി ഇത്രയും വേസ്റ്റ് വരുന്നത് എങ്ങനെയാണ്, ഇത് കുറേ ദിവസത്തെ വേസ്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലല്ല, ഇതൊരൊറ്റ ദിവസത്തെ വേസ്റ്റാണ്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. സംഗതി ഞങ്ങൾക്ക് എൻ്റെ സഹോദരനൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്കൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് മലക്കറിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജ് നിറച്ച് വെച്ചിട്ട് രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ, അത് രാവിലെ പോകുന്നത് ഒന്ന് ഒഴിവാവാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് വന്നത്. അപ്പോൾ അതിന് ഒരു ദിവസം ഞാൻ മലക്കറി അരിയുന്നതിൻ്റെ വീഡിയോ എടുത്തിടാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ഗ്രോ ബാഗിലാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എന്തായാലും എടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പോവുക. ഇത് വീടിനകത്ത് തന്നെ അമ്മ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒരു നാടൻ ഐറ്റം ആവട്ടെ. അപ്പോൾ അത് കൊഞ്ച് ചമ്മന്തിയാണ് കേട്ടോ, കൊഞ്ച് പൊടി ചമ്മന്തി. അപ്പോൾ അതിന് കൊഞ്ച് പൊടി ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ക്യാമറയും പിടിച്ച് ഇതുകൂടി ചെയ്യുന്ന പാട്. ഇതത് ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് മൂത്തു, നല്ല മണമൊക്കെ വരുന്നതായിട്ട് കൊഞ്ച് മൂത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ചമ്മന്തിയുടെ തേങ്ങയും സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്, തീരെ ചെറിയ കൊഞ്ചാണ് കണ്ടോ, തീരെ ചെറുതാണ്. അപ്പോൾ കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം. തേങ്ങ, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയാണ് നമ്മൾ കൊഞ്ചിപ്പൊടി ചമ്മന്തിക്ക് എടുക്കുന്നത്. പിന്നീട് നമ്മുടെ മുളക് പൊടിയും ഉപ്പും ചേർക്കും. പക്ഷേ പുളി ഞങ്ങൾ ചേർക്കാറില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെയൊന്നും അറിയണ്ട, ചമ്മന്തിക്ക് സാധാരണ അരവുണ്ടല്ലോ അതുപോലെ അരച്ചിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ ചമ്മന്തി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊഞ്ച് പൊടിച്ച് ചേർക്കണം കേട്ടോ. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്സിയിൽ തന്നെ ഇട്ട് കൊഞ്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെറിയ പൊടിയാണ്, ഇതങ്ങനെ മിക്സിയിലിട്ട് ഞാൻ പൊടിക്കാറില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ എടുക്കും. ഇതാണ് പരിപാടി. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ തീരെ ചെറിയ കൊഞ്ചായതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തവും പൊടിഞ്ഞ് ഇങ്ങനെ ആയിപ്പോകും. ഇത് കൊഞ്ചിൻ്റെ അടിഭാഗത്ത് വന്ന വേസ്റ്റാണ്. ഇതിനകത്ത് ചിലപ്പം മണ്ണൊന്നുമില്ല, പക്ഷേ എന്നാലും വേണ്ട, ഇതെടുക്കണ്ട. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെ ഇതുണ്ടല്ലോ, ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. ഉപ്പ് കുറച്ച് അല്ലാതെ ഇങ്ങനെ ഒരുപാട് ഞെക്കി ഉടയ്ക്കേണ്ട കേട്ടോ, ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ലേശം കുറവായിരുന്നു, അങ്ങനെ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ്. അടുത്ത നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇതിന് കത്തിരിക്ക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ചിലർ ഇതിന് വഴുതനങ്ങ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ നമുക്ക് പൊയ്ക്കണം. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ബീട്രൂട്ടിൻ്റെ ചാറാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ നന്നാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീട്രൂട്ടിൻ്റെ നീരെടുത്തപ്പോഴത്തേക്ക് വീണതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതിന് ഇങ്ങനെ വരയും. ഇങ്ങനെ ഒരുപാട് ആഴത്തിലല്ല, ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു. നമുക്കിത് ഇങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അകത്ത് പുഴു ഉണ്ടോ എന്ന് കൂടി നോക്കിയേക്കണേ. ഇങ്ങനെ കട്ടി കുറച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം.
ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തീരെ ചെറുതായിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ ചെയ്യുന്നത്. ലാസ്റ്റ് വന്നതാണേ. ഇതിങ്ങനെ തന്നെ ഇടാൻ പറ്റൂല, ഇത് കട്ടിയുണ്ട്. അപ്പോൾ അതേ അപ്പോൾ ഇതിനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കഴുകിയതിന് ശേഷമാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ശരി, അപ്പോൾ അരപ്പെല്ലാം പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് കുറച്ച് എണ്ണ കുടിക്കും. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇങ്ങനെ ഓരോന്നും പറത്തി വിടണം. നല്ല മണമുണ്ട് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട്. ഇത് മൊരിയട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചിട്ടു കേട്ടോ. പക്ഷെ കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു, എന്നാലും ഞാൻ തിരിച്ചിട്ടു. കരിഞ്ഞു പോയാൽ കൊള്ളൂല. ഒന്നും കൂടിയൊക്കെ ഈ തിരിച്ചിരുന്ന ദിവസം കൂടി ഒന്നും കൂടി ആകുമ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കഴിക്കാം കേട്ടോ. അല്ല, അതേ കരിഞ്ഞു പോയാൽ അത് വളരെ മോശമായിരിക്കും. ഭയങ്കര തീയിട്ടാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഇരുമ്പിലെ പാത്രമാണ്, ഇരുമ്പിലെ ഒരു സാധനമാണ്. അപ്പോൾ പഴുത്ത് വരുന്നതിന് ഭയങ്കര ചൂടായിരിക്കും ഇത്. നമ്മൾ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നാടൻ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ആട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ. കവറിലെ പാക്കറ്റ് എണ്ണയെന്ന് ഉപയോഗിക്കില്ല, ഇത് പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പൊരിച്ചത് എന്തായാലും നോക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇത് തിരിച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ ഒരു വശം തന്നെ ഇങ്ങനെ ഒരേ സമയത്ത് ഇട്ടിരുന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കിട്ടും, ഉടയാതെ കിട്ടും. ഇതുപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോകും. ഞാനീ ഇത് ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലെന്ന് പറയാൻ പറ്റില്ല, സാധാരണ എന്താണെങ്കിലും പറയാം, നിങ്ങളുടെ സൗകര്യം പോലെ പറയാം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ പൊരിക്കാൻ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ദോശ ഇടാൻ, ഓട്ടട ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കും. ഈ സെൻറ്ററിൽ കിടക്കുന്ന തീരായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സെൻറ്ററിലല്ല തീ വരുന്നത്. ഇതാണ് കുറച്ചുകൂടി ആകാനുള്ളത്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് വീട്ടില്ല. ഇത് പുറത്തങ്ങോട്ട് നോക്കാം. വഴുതനങ്ങ റെഡിയായി വരുന്ന നേരത്തിന് നമുക്ക് വേറെ ജോലി വരും. അപ്പോൾ ഇത് കറുപ്പ് വരും. ഇത് ഇന്നലെ ഞാൻ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. കിഴങ്ങെന്നാണ് ഇവിടെ പറയുന്നത്. കിഴങ്ങ്, ചീനി, കപ്പ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഇച്ചിരി കറുത്ത് പോയി. നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീനാക്കി കൊണ്ടുവച്ചു. ഇനി നമ്മളിത് വിറകടുപ്പിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു പരിവായി കിടക്കുന്ന വിറകടുപ്പിൽ വെച്ചു. അടുക്കളയൊന്നും വലിയ ഭംഗിയൊന്നും ഉള്ളതല്ല, വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലുള്ളതാണ്. കാരണം ഒരു 40 വർഷത്തോളം പ്രായമുണ്ട് ഈ വീട്ടിന്. ഇനി എന്നെക്കകത്ത് വലിയൊരു ടാസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കക്ക ഇതെല്ലാം ക്ലീൻ ആക്കണം. ഈ കക്ക ക്ലീൻ ആക്കുന്നത് എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് ചെറിയ കക്കയാണ്. ഇതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് കളയണം. അല്ലേ, കണ്ടോ, ഈ വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം. ഇത് വലിയൊരു ജോലിയാണ്. അപ്പോൾ എന്തായാലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഭയങ്കര ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കക്ക ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം വെച്ചിട്ടില്ല കേട്ടോ, കക്ക മുഴുവനായിട്ട് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല, കുറേ ഉണ്ട്. അപ്പോൾ ഞാനത് ഇതൊന്നും കുറച്ച് മാത്രം വൃത്തിയാക്കിയതെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോന് പഠിക്കാൻ പോകാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ അവനത് കഴിച്ചിട്ട് പോവല്ലോ, ബാക്കി പിന്നെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ചൂടായി വന്നിട്ടുണ്ട്. കക്ക പെട്ടെന്നാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ കക്ക ഓൾറെഡി ഇതൊന്ന് വേവിച്ച് വെക്കുന്നതല്ലേ, ഇതിൻ്റെ തോടെടുക്കുന്നത് പുഴുങ്ങിയിട്ടല്ലേ, അപ്പോൾ ഒരു സമയം കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രൈ എന്തൊരു പരിപാടിയെന്ന് നോക്കട്ടെ. ഒരുവിധം ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഒരിത്തിരി നേരം കൂടെ കിടക്കുമ്പോൾ ഈ കളറൊന്ന് മാറി കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും. ഒരു 3 നേരം കൂടെ കിടക്കുക. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊഞ്ച് ചമ്മന്തിയാണ് കേട്ടോ, വഴുതനങ്ങ ഫ്രൈ, കൊഞ്ച് ചമ്മന്തി, കപ്പ, കിഴങ്ങ്, ചീനി, എന്ത് വേണേലും പറയാം. ഇനി നമ്മുടെ കക്ക ഫ്രൈക്ക് ഒരു മിസ്റ്റേക്ക് വന്നു, അതിൽ കുറച്ച് മൂത്ത് പോയി. ഇത്രയും മൂക്കണ്ടായിരുന്നു. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പ്ലേറ്റ് കഴുകാൻ പോയി, അപ്പോൾ ആ സമയത്തിന് മൂത്ത് പോയി. ഭാഗ്യം പോലെ മൊത്തം എടുത്തിട്ടില്ല, കുറച്ചുകൂടി ഇവിടെ ഇരിപ്പുണ്ട്. അത് നന്നാക്കി എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളൂ, വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല. കണ്ടില്ലേ, വഴുതനങ്ങ ഫ്രൈ, എന്താണ് കൊഞ്ചിപ്പൊടി ചമ്മന്തി, മരച്ചീനി, നമ്മുടെ എന്താണ് കക്ക ഫ്രൈ, സെറ്റല്ലേ. അപ്പോൾ ഇനി നാളെ മറ്റൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ബൈ.